ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് ഗുണിതങ്ങളും ഘടകങ്ങളും എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. എന്താണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ 2 ഒരു പ്രൈം നമ്പറാണ്. 2വിനെ നമുക്ക് 1 × 2 എന്ന് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. അതായത് 2വിൻ്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ അതുപോലെ 3യെ നമുക്ക് 1 × 3 എന്ന് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3ഉം മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ അതിന് 1ഉം ആ നമ്പറും മാത്രമാണ് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളായിട്ടുള്ളതെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളെന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ. ഓൺലി വൺ ഈവൻ പ്രൈം നമ്പർ, അല്ലേ? ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്, അല്ലേ? ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം എന്താണ്? ഓഡായിട്ടുള്ള ഒറ്റ സംഖ്യകളായിട്ടുള്ള പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിനെ കണ്ടെത്താനുള്ള രീതി കൊടുത്തിട്ടുണ്ട്, അല്ലേ? 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകളെ കണ്ടുപിടിക്കാനുള്ള രീതി. ഞാനിവിടെ 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഫ്രം 1 to 50 നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെല്ലാം നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. വെട്ടിക്കളഞ്ഞ് പ്രൈം നമ്പേഴ്സിനെ കണ്ടെത്താം. അപ്പോൾ നമുക്ക് ആദ്യം 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 1 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ 1നെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി 2 ഒരു പ്രൈം നമ്പർ ആണോ? 2 ഒരു പ്രൈം നമ്പർ ആണ്, അല്ലേ? 2 ഒരു അഭാജ്യ സംഖ്യയാണ്. പക്ഷേ 2വിൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. 2വിൻ്റെ ടേബിളിൽ വരുന്ന 2വിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല, അഭാജ്യ സംഖ്യകളല്ല. അതായത് ഇരട്ട സംഖ്യകൾ, അല്ലേ? 2വിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ലേ? 2 ഒഴിച്ചുള്ള ഈവൻ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. 2വിൻ്റെ ടേബിളിൽ വരുന്നതാണ് 4, 6, അതായത് ഈവൻ നമ്പേഴ്സ്. 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48, 50. അപ്പോൾ 2വിൻ്റെ ടേബിളിൽ വരുന്ന ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ് എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് 3യെ നോക്കാം. 3 എന്താണ്? 3 ഒരു പ്രൈം നമ്പറാണ്, അല്ലേ? 3ക്ക് 1ഉം 3ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. 3 ഒരു പ്രൈം നമ്പറാണ്. ഇനി 3യുടെ ടേബിളിൽ വരുന്ന നമ്പേഴ്സിനെല്ലാം നമുക്ക് ഇതുപോലെ വെട്ടിക്കളയാം. 3യുടെ ടേബിളിൽ വരുന്നതാണ് 6 ഒക്കെ നമ്മൾ ഓൾറെഡി വെട്ടി. അപ്പോൾ 9 3യുടെ ടേബിളിൽ വരുന്ന നമ്പറാണ്. അതുപോലെ 15 3യുടെ ടേബിൾ 3യുടെ മൾട്ടിപ്പിളാണ്. ദെൻ 21 3യുടെ മൾട്ടിപ്പിളാണ്. 27 3യുടെ മൾട്ടിപ്പിളാണ്. ദെൻ 33 എന്താണ്? 3യുടെ മൾട്ടിപ്പിളാണ്. ഈ 33 നമുക്ക് 3 + 3 ആഡ് ചെയ്ത് നോക്കിയാൽ എത്രയാണ് കിട്ടുന്നത്? 3 + 3 6 അല്ലേ? 6 3യുടെ ടേബിളിൽ വരുന്നതല്ലേ? അപ്പോൾ ഒരു നമ്പർ 3യുടെ മൾട്ടിപ്പിളാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആ നമ്പേഴ്സിൻ്റെ ഡിജിറ്റുകൾ, അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 3ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക. അപ്പോൾ 3ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടുന്നത്. 6 3യുടെ ടേബിളിൽ വരുന്നതാണ്, 3ൻ്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യയാണ്. അപ്പോൾ 33 3യുടെ മൾട്ടിപ്പിളാണ്. ഇനി 39, 9ഉം 3ഉം കൂടെ കൂട്ടിയ 12, 3ൻ്റെ ഗുണിതമല്ലേ? 3ൻ്റെ ടേബിളിൽ വരുന്നതല്ലേ? മൾട്ടിപ്പിളാണ്. ഇനി 4ഉം 5ഉം കൂടെ ആഡ് ചെയ്തേ. 4ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര? 9 അല്ലേ? 9 3യുടെ ടേബിളിൽ വരുന്നതല്ലേ? ഓക്കെ. അപ്പോൾ അതും 3യുടെ മൾട്ടിപ്പിളാണ്. ഓക്കെ, 3യുടെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 5 ആണ് അടുത്ത പ്രൈം നമ്പർ. 5ൻ്റെ ടേബിളിൽ വരുന്നതെല്ലാം നമുക്ക് ഇതുപോലെ സ്ട്രൈക്ക് ചെയ്ത് കളയാം. 15 ഒക്കെ വരുന്നതാണ്, അതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞു. അത് എന്താണ്? 25, അല്ലേ? അതുപോലെ 35, 45 ഒക്കെ വെട്ടി. അപ്പോൾ 5ൻ്റെ ടേബിളിൽ വരുന്നതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രൈം നമ്പർ ഏതാണ്? അടുത്ത പ്രൈം നമ്പർ 7 ആണ്, അല്ലേ? 7ൻ്റെ ടേബിളിൽ വരുന്നതെല്ലാം നമുക്ക് വെട്ടിക്കളയാം. 7 പ്രൈം നമ്പറാണ്. 7ൻ്റെ ടേബിളിൽ വരുന്നത് 14 ഒക്കെ വന്നു. പിന്നെന്താണ്? പിന്നെ ഏതാ വരുന്നത്? 49 വരും, അല്ലേ? 7ൻ്റെ ടേബിളിൽ എത്ര വരും? 49 വരും. 7 7s are 49. അപ്പോൾ ഇനി ഈ വെട്ടിക്കളയാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 47, 43. ഇത് ഇത്രയുമാണ് പ്രൈം നമ്പേഴ്സ്. ഏത് മുതൽ ഏത് വരെയുള്ള? 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സാണ് ഇവിടെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ
50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഇതെല്ലാമാണ്. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47 ഇവയാണ് 1 തൊട്ട് 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. ഇനി നമുക്ക് പേജ് നമ്പർ 92-ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. First question, find all primes less than 100. Find the primes that differ by 2 among these. 100-നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകളെല്ലാം കണ്ടുപിടിക്കുക. ഇവയിൽ വ്യത്യാസം 2 ആയ ജോഡികൾ എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ഓൾ പ്രൈംസ് ലെസ് ദാൻ 100. 100-ൽ താഴെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളും കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ പ്രൈംസ് ദാറ്റ് ഡിഫർ ബൈ 2 എമംഗ് ദീസ്. ഇതിൽ ഈ പ്രൈം നമ്പറുകൾ തമ്മിൽ 2ൻ്റെ വ്യത്യാസമുള്ള പ്രൈം നമ്പറുകൾ കണ്ടുപിടിക്കാനുമുണ്ട് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് 100-ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിനെ അഭാജ്യ സംഖ്യകളെ കണ്ടെത്തിയിരുന്നു. ഇനി നമുക്ക് അതുകൊണ്ട് 51 മുതൽ 100 വരെ എഴുതാം കേട്ടോ. 51 മുതൽ 100 വരെ എഴുതിയിട്ട് അതിനിടയിലുള്ള കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ 1 മുതൽ 50 വരെയുള്ള കണ്ടുപിടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 51 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതി അതിൽ നിന്ന് നമുക്ക് പ്രൈം നമ്പേഴ്സ് കണ്ടെത്താം. ഇപ്പോൾ ഞാൻ 51 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഈവൻ നമ്പേഴ്സ് 2ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് വെട്ടിക്കളഞ്ഞ് ആദ്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈവൻ നമ്പേഴ്സ് നമുക്ക് നോക്കാം. 52 ഒരു ഈവൻ നമ്പറാണ്. 54, 56, 58, 60, 62, 64, 66, 68, 70, 72, 74, 76, 78, 80, 82, 84, 86, 88, 90, 92, 94, 96, 98, 100. അപ്പോൾ ഇതെല്ലാം ഈവൻ നമ്പേഴ്സാണ്. അതായത് 2ൻ്റെ ടേബിളിൽ വരുന്ന 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസിനെ 3ൻ്റെ ഗുണിതങ്ങളെ നമുക്ക് ഇതുപോലെ വെട്ടിക്കളയാം. അപ്പോൾ ആദ്യം 51, 5 ഒന്നും കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ. 6 അല്ലേ വരുന്നത്, 6 ആണ്. അപ്പോൾ 6 3യുടെ ടേബിളിൽ വരുന്ന നമ്പറാണ്. അതുകൊണ്ട് 51 3യുടെ മൾട്ടിപ്പിളാണ്. അതുപോലെ അടുത്തത് 57, 5 7 കൂടെ കൂട്ടുമ്പോൾ 12 ആണ്. 3യുടെ ടേബിളിൽ വരുന്നതാണ്. 6 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. 3യുടെ ടേബിളിൽ വരുന്ന നമ്പറാണ്. പിന്നെ എന്താണ് 69 ആഡ് ചെയ്യുമ്പോൾ 15 ആണ് വരുന്നത്. ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ 15 ആണ് വരുന്നത്. 3യുടെ ടേബിളിലുള്ളതാണ്. 75 ആഡ് ചെയ്യുമ്പോൾ 12 ആണ്. 7 ഉം 5 ആഡ് ചെയ്യുമ്പോൾ 12 ആണ്. 3യുടെ ടേബിളിൽ വരുന്നതാണ്. ദെൻ 81, 8 ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. 3യുടെ ടേബിളിൽ വരുന്നുണ്ട്. 87, 8 7 കൂടി ആഡ് ചെയ്യുമ്പോൾ 15 ആണ്. 3യുടെ ടേബിളിൽ വരുന്ന നമ്പറാണ് 15. 93, 9 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 12 ആണ്. 12 3യുടെ ടേബിളിൽ വരുന്നതാണ്. 99, 9 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ 18 ആണ്. 18 3യുടെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം 3യുടെ ടേബിളിൽ വരുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു. ഇനി 5ൻ്റെ ടേബിളിൽ വരുന്ന നമ്പേഴ്സ് നോക്കാം. 5ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 55 5ൻ്റെ മൾട്ടിപ്പിളാണ്. ലാസ്റ്റത്തെ ഡിജിറ്റ് 5 ആണോ എന്ന് നോക്കിയാൽ മതി. 65, 75 ഇട്ടിട്ടുണ്ട്. 85, 95. ഓക്കെ, ഇതെല്ലാം 5ൻ്റെ ടേബിളിൽ വരുന്ന നമ്പേഴ്സാണ്. ഇനി നമുക്ക് 7ൻ്റെ ടേബിളിൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. 7ൻ്റെ ടേബിളിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 53 അല്ല, 59 അല്ല, 61 അല്ല, 67 അല്ല, 71 ഇല്ല, 73 ഇല്ല, 77 ഉണ്ടല്ലേ. 11 × 7 11 × 7 77 ആണ്. 77 ടേബിളിൽ വരുന്ന നമ്പറാണ്. അടുത്തത് ഏതാണ്? അടുത്തത് 91 7ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അത് നമുക്ക് 1ൻ്റെ ഡബിൾ എടുക്കുക. 1ൻ്റെ ഡബിൾ എടുത്താൽ എത്രയാണ്? 2 ആണ്. ഈ 2 9ൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്? 7 അല്ലേ. 7ൻ്റെ ടേബിളിലുള്ള നമ്പർ അല്ലേ. അപ്പോൾ 91 എന്താണ്? 7ൻ്റെ ടേബിളിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ ഇത്രയും തന്നെയാണ്. ബാക്കി വെട്ടിക്കളയാത്ത നമ്പേഴ്സ് എല്ലാം നമുക്ക് റൗണ്ട് ഇട്ടെടുക്കാം. അതൊക്കെയാണ് 50നും 100നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ്. 53 ഉണ്ട്, 59 ഉണ്ട്, ദെൻ 61 ഉണ്ട്, അടുത്തതായിട്ട് 67 ഉണ്ട്, 71, 73, 79,
83, 89, 97. അപ്പോൾ ഇത്രയുമാണ് 50നും 100നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ്. നേരത്തെ നമ്മൾ 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതി വയ്ക്കാം. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2, 3, 5, 7 ഇങ്ങനെ തുടങ്ങി 97 വരെ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനോടൊപ്പം ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഫൈൻഡ് ദ പ്രൈം നമ്പേഴ്സ് ദാറ്റ് ഡിഫർ ബൈ 2 എമംഗ്. അതായത് ഇവ തമ്മിൽ 2ൻ്റെ വ്യത്യാസമുള്ള പ്രൈം നമ്പേഴ്സ് ഏതാണെന്ന്. നമുക്ക് 3ഉം 5ഉം 3ഉം 5ൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 2 അല്ലേ? 3 5 3 കുറച്ചാൽ 2. അടുത്ത പേരുകൾ ഏതാണ്? അതുപോലെ 5ഉം 7ഉം 5ഉം 7ഉം 2ൻ്റെ വ്യത്യാസം. ഇത് തമ്മിൽ മൈനസ് ചെയ്താലും 2ആണ് വരുന്നത്. അടുത്ത പ്രൈം നമ്പേഴ്സ് ഏതാണ്? 11ഉം 13ഉം. ഇതും വ്യത്യാസം നോക്കിയാൽ 13ന്ന് 11 കുറച്ചാൽ 2ആണ് കിട്ടുന്നത്. അതുപോലെ 17ഉം 19ഉം 2ൻ്റെ വ്യത്യാസമുള്ള പ്രൈം നമ്പേഴ്സാണ്. 2 ഡിഫറൻസ് എത്രയാണ്? 2ആണ്. അതുപോലെ 29ഉം 31ഉം അല്ലേ? 29ഉം 31ഉം മൈനസ് ചെയ്യുമ്പോൾ 2 തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ 41ഉം 43ഉം 41, 43 ഇവയുടെ ഡിഫറൻസും 2 തന്നെയാണ്. അടുത്ത 59, 61 ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ദെൻ 71, 73 ഡിഫറൻസ് എത്രയാണ്? 2 തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യാൻ ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം? 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകുമോ? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ക്യാൻ ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം? ഏതെങ്കിലും 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം പ്രൈം നമ്പർ ആകുമോ? ഏതെങ്കിലും 2 നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് പ്രൈം നമ്പർ കിട്ടുമോ എന്ന്. ആൻസർ നോയാണ്. കാരണം ഇപ്പോൾ ഒന്നുണ്ടെങ്കിൽ 1ഉം അതുപോലെ 3ഉം ഇൻറ്റു ചെയ്താൽ നമുക്ക് 3 കിട്ടുന്നുണ്ട് അല്ലേ? അതുപോലെ 1ഉം 2 ഇൻറ്റു ചെയ്താൽ 2 കിട്ടുന്നുണ്ട്. ഇതൊക്കെ പ്രൈം നമ്പറാണ്. നാച്ചുറൽ നമ്പേഴ്സാണ്. 1ഉം 3ഉം നാച്ചുറൽ നമ്പറാണ്. 1ഉം 2ഉം നാച്ചുറൽ നമ്പറാണ്. പ്രൈം നമ്പർ കിട്ടുന്നുണ്ട്. പക്ഷേ വേറെ ഒരു നാച്ചുറൽ നമ്പർ എടുത്തിട്ട് ഇപ്പോൾ 4ഉം ഒരു 3ഉം കൂടി ഇൻറ്റു ചെയ്യാണ് 12 കിട്ടുന്നത്. പ്രൈമാണോ? അല്ല. അപ്പോൾ ഒന്നൊഴിച്ച് അൺലെസ് 1 ഓഫ് ദ നമ്പർ ഈസ് 1 അല്ലേ? ഒന്നല്ലാതെ വേറെ ഏതൊരു നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? പ്രൈം നമ്പേഴ്സ്. 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ത് കിട്ടില്ല? പ്രൈം നമ്പേഴ്സ് കിട്ടില്ല. അതുകൊണ്ട് ആൻസർ എന്താണെന്ന് എഴുതുക? നോ എന്ന് വേണം എഴുതാൻ. മൂന്നാമത്തെ ചോദ്യം, ക്യാൻ ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ബി പ്രൈം? 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകുമോ? ഇനി മൂന്നാമത്തെ ചോദ്യം, ക്യാൻ ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ബി എ പ്രൈം? ഏതെങ്കിലും 2 പ്രൈം നമ്പേഴ്സിൻ്റെ സം പ്രൈം നമ്പർ ആകുമോ? ഏതെങ്കിലും 2 അഭാജ്യ സംഖ്യകളുടെ തുക മറ്റൊരു അഭാജ്യ സംഖ്യ ആകുമോ? അതിൻ്റെ ആൻസറും നോയാണ്. കാരണം ഇപ്പോൾ 2 + 3 2 ഒരു പ്രൈമാണ്, 3 ഒരു പ്രൈമാണ്. നമുക്ക് എന്താ ആഡ് ചെയ്യുമ്പം 5 കിട്ടും. പ്രൈം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ 3 ഒരു പ്രൈമാണ്, 5 ഒരു പ്രൈമാണ്. ആഡ് ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുന്നത് അല്ലേ? 8 പ്രൈമാണോ? 8 അഭാജ്യ സംഖ്യയാണോ? അല്ല. അത് നോട്ട് എ പ്രൈം നമ്പറാണ്. അതുകൊണ്ട് ആൻസർ നമ്മൾ എന്തെന്ന് എഴുതുക? നോ എന്ന് എഴുതുക.